चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की ये आवाज है, जरा सामने तो आओ चल. സാർ ഈ പാട്ട് സാർ കേട്ടില്ലേ? അതായത് ഒരു മന്ത്രി പുങ്കവൻ കേരളത്തിൻ്റെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള ജനങ്ങൾ മുഴുവൻ ആളിപ്പടർന്ന പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാടുകയാണ്. മുമ്പ് റോമാ സാമ്രാജ്യം എരിഞ്ഞുകൊണ്ടിരുന്നപ്പം വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നൊരു സംഭവം പോലെയാണ് നമ്മുടെ ഈ മന്ത്രി പൊങ്കവൻ, വനം വകുപ്പ് മന്ത്രി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ നമ്മളെ നാണം കെടുത്തുകയാണ്. നമ്മളെ കേരള മനസാക്ഷിയെ തന്നെ ഞാൻ നാണം കെടുത്തുകയാണ്. വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന ആദിവാസി യുവതിയെ ഒരു കടുവ കടിച്ചു കീറി, നരഭോജി കടുവ കടിച്ചു കീറി കൊന്ന് അതിൽ ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഭയവിഹ്വലരായി ജീവന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഓൺ ദ സ്പോട്ട് എത്തി അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതിനും മറ്റും നേതൃത്വം കൊടുക്കേണ്ട മന്ത്രി ഇങ്ങനെ അഴിഞ്ഞ് ആടുന്ന കാണുമ്പോൾ നമ്മൾക്ക് വേറെ എന്താണ് പറയാൻ പറ്റുക? ലജ്ജിച്ച് തല താഴ്ത്താന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഒരു 1000-ഓളം പേരാണ് മലയോര മേഖലകളിൽ കാടിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങൾ കാരണം കൊല്ലപ്പെട്ടുള്ളത്. ആനകളും പന്നികളും അതേപോലെ കടുവയും പുലിയും ഒക്കെ ആക്രമിച്ച് പോത്തും എല്ലാം ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള കാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചു. അവിടെയുള്ള കാട്ടിലെ നല്ല മരങ്ങളൊക്കെ മൂപ്പര് കട്ടുകൊണ്ടുപോയി. അപ്പം കാട്ടിൽ വെള്ളം കിട്ടാനില്ല, മരങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പം പിന്നെ നാട്ടിലേക്ക് ഇറങ്ങാന്നുള്ളതല്ലേ പ്രധാനം. ആനയൊക്കെ അങ്ങനെ ഇറങ്ങുന്നത്, ആനയ്ക്ക് വെള്ളം കിട്ടാനില്ല. അവിടെയൊക്കെ മരങ്ങൾ മുറിച്ച് കൊണ്ടുപോയി പിണറായി വിജയൻ വിദേശത്തേക്ക് കടത്തി കൊണ്ടുപോയില്ലേ കിട്ടുന്ന അവസരത്തിൽ കോടാനുകോടി രൂപ മുടക്കി. അപ്പോൾ അങ്ങനെയുള്ള കാട്ടിൽ നിന്ന് മൃഗങ്ങൾ കൂട്ടത്തോടെ ഇറക്കി വിടുന്നതിൽ മുഖ്യ പങ്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് അവിടേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വനം ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമം അത് ഇപ്പോൾ എടുത്ത് വലിച്ചെറിയേണ്ടി വന്നു. കാരണം ആദ്യം നമുക്കറിയാം, നിലമ്പൂർ MLA അൻവർ അവിടെ ഫോറസ്റ്റ് ഓഫീസ് കയറി 2 തല്ല് തല്ലിയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഒരു അറസ്റ്റ് ചെയ്ത് പിടിക്കി. ജനങ്ങൾ ഇവിടെ അങ്ങനെ കൂടെ പോകുന്ന കണ്ടപ്പോൾ CPM-ന്റെ സാധാരണ അണികൾ പോലും പിണറായി അൻവറിന്റെ കൂടെ പോകുന്ന കണ്ടപ്പം പിണറായി വിജയൻ ഉടനെ അത് വലിച്ചു വന്നു. അതോടൊപ്പം മലയോര യാത്ര. അല്ല സർ, ക്രിസ്ത്യൻ സഭയൊക്കെ എതിർത്തല്ലോ. ക്രിസ്ത്യൻ സഭയും മുസ്ലിം സഭയും സാധാരണക്കാരെല്ലാവരും എതിർത്തു. ഈ അതിൻ്റെ ഇടയിൽ VD സതീഷിന്റെ നേതൃത്വത്തിൽ ഈ മലയോര യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ജനങ്ങൾ കംപ്ലീറ്റ് ഇതിനെതിരാണ്, ഗവൺമെൻറ്റിനെതിരെ. ഇനി നിക്കക്കളി ഇല്ലയെന്ന് കണ്ടിട്ടാണ് ജനങ്ങളെ ഏറ്റവും ഉപദ്രവിക്കുന്ന ഈ മൃഗങ്ങൾ ആക്രമിച്ചാലും മൃഗങ്ങളെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമം. അതിൽ ആരവണ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യം കിട്ടില്ല. ആർക്ക്? ഫോറസ്റ്റ് വനം ജീവനക്കാർക്ക് അറസ്റ്റ് ചെയ്യാം, ഉദ്യോഗസ്ഥന്മാർക്ക് അറസ്റ്റ് ചെയ്യാം നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും വികൃതമായ പ്രാകൃതമായ ഒരു നിയമം കൊണ്ടുവന്ന് കേരളത്തെ ജനങ്ങളെ മുഴുവൻ ഈ രൂപത്തിൽ പരീക്ഷണം നടത്തിയും മൃഗീയമായിട്ടുള്ള ചിന്ത അടിച്ചേൽപ്പിക്കുന്ന മൃഗീയ ചിന്തയാണല്ലോ ഇങ്ങനെ പിടിക്കുക. മൃഗങ്ങളുടെ കാര്യത്തിൽ കാട്ടിൽ കയറിയപ്പോൾ അറസ്റ്റ് ചെയ്യുക, മൃഗങ്ങളെ തൊട്ടാൽ അറസ്റ്റ് ചെയ്യുക, നോക്കിയാൽ അറസ്റ്റ് ചെയ്യുക. ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ പറയുന്നതിന് ഒരു ചൊല്ലുണ്ട്, സ്ത്രീകളെ അനാവശ്യമായി നോക്കുകയോ അവരെ മേല് തൊടുകയോ അനാവശ്യമായി അവരെ അതിക്രമം നടത്തുകയോ ചെയ്താൽ അപ്പം അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കണ്ടാണ് കൂത്താട്ടുകളത്തെ ഒരു CPM കൗൺസിലറെ വലിച്ചു കീറി വലിച്ചു കീറി ഉപദ്രവിച്ച് എപ്പോഴും പിണറായി വിജയൻ ആ വികാരം ഉണ്ടായില്ല. അല്ല സാർ, അദ്ദേഹം അപ്പൊ അതേപോലെ മൃഗതുല്യനായ ഒരാളാണ് പിണറായി വിജയൻ. മൃഗതുല്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര മൃഗീയ സ്വഭാവമുള്ള ഒരു ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇത്രയും ദിവസമായിട്ട് കടുവ ചത്തു ഇന്നലെ. അല്ല, ഈ മന്ത്രി എന്നേ രാജിവെപ്പിച്ച് പുറത്തു കളയേണ്ടല്ലോ. ഈ മന്ത്രി എന്ന് പറയുന്നത് എന്തിനിങ്ങനെ ഒരു മന്ത്രി? അതില്ലെങ്കിലും മന്ത്രീനെ മംഗളം അജിത്തുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ അവർ പുറത്തു കൊണ്ടുവന്ന വൃത്തികെട്ട ഇയാളുടെ സംഭാഷണം ലോകം മുഴുവൻ കേട്ടല്ലേ. ആഭാസനായ ഇയാൾ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ആ മന്ത്രിസ്ഥാനത്ത് ഇരുത്തണമെങ്കിൽ പിണറായി വിജയൻ എത്ര ആഭാസനായിരിക്കണം?
അതായത് ഈ മന്ത്രി ഒരു പെൺകുട്ടിയോട് അവരെന്ത് സ്ട്രിങ് ഓപ്പറേഷൻ ആയിക്കോട്ടെ മറ്റു ഓപ്പറേഷൻ ആയിക്കോട്ടെ ഇയാൾ വൾഗറായി പച്ചയായി തെറി പറയുക അശ്ലീലം പറയുന്ന രംഗം കേട്ടിട്ട് അങ്ങനെ ഒരു മന്ത്രിയെ കൊണ്ടിരുത്തണമെങ്കിൽ പിണറായി വിജയൻ എത്ര ആഭാസനായിരിക്കണം. ഇതായ ആഭാസനാണെങ്കിൽ പിണറായി വിജയൻ ആഭാസനയിൽ ആഭാസനാണ്. ഇപ്പോൾ വനംവകുപ്പ് എന്ന് പറയുന്നത് വലിയ പണം മാറാനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കണം. വനത്തിനുള്ളിൽ നിന്ന് രത്നങ്ങൾ കിട്ടും, അതറിയാമോ? വിലപിടിപ്പുള്ള രത്നങ്ങൾ കിട്ടും. അവിടേക്ക് ആരും കയറാൻ പാടില്ല. കയറി അവിടെ പോയിട്ട് നമുക്കറിയാം ബോണക്കാട് കാട്ടിലാണ്, ബോണക്കാട് ട്രിവാൻഡ്രത്തുള്ള എസ്റ്റേറ്റിൽ രത്നങ്ങൾ കിട്ടുന്നുണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ കയറി കുഴി പല സ്ഥലത്തുനിന്നായി രത്നങ്ങൾ. നമ്മളെ പല കാടുകളിലും നമ്മുടെ മുല്ലപ്പെരിയാർ ആ പ്രദേശത്ത് മുമ്പ് രത്നങ്ങളുടെ കലവറ ഉണ്ടായിരുന്നു. രത്നങ്ങൾ ഉണ്ടാവുന്നത് ഭൂമിയിൽ നിന്നാണല്ലോ, കല്ലുകൾ മാറിയിട്ടാണല്ലോ രത്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ രത്നങ്ങൾ കിട്ടുന്ന കാടുകളിൽ പല ഏരിയ ഉണ്ട് കേരളത്തിൽ. ഇത്തരം ഏരിയകളിൽ നിന്ന് രത്നങ്ങൾ ഇതാക്കുക, മൃഗങ്ങൾ അതേപോലെ കാടുകളിൽ വിലപിടിപ്പുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോവുക തുടങ്ങി കാട്ടുനിന്ന് കോടി രൂപ കട്ടും മോഷ്ടിച്ചുണ്ടാക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ആളാണ് ആര്? ഈ മന്ത്രി. അപ്പൊ കടുവ പുറത്തിറങ്ങിയതൊക്കെ കടുവേനെ വെറുതെ പുറത്തിറക്കുന്നതല്ല. പിണറായി വിജയനെതിരെ ഉള്ള ആരോപണങ്ങൾ എപ്പോഴൊക്കെ ശക്തിപ്പെടുന്നു അതിനെതിരെ ചില ബോംബുകൾ പൊട്ടിച്ചത് മറക്കുന്ന പരിപാടി പിണറായി വിജയനുണ്ട്. ഈ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ ഇങ്ങോട്ട് തുറന്നു വിട്ട ആളുകളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിലേക്ക് ജനങ്ങളെ ശ്രദ്ധ പോകും. സ്വാഭാവികമായി പുറത്തു ചാടിയതല്ലേ അതിൽ അങ്ങനെ ഒരു ഈ കേരളത്തിൽ പുലികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ പുലി എത്തുന്നു? ഇത് കടുവയാ. അത് ഈ കടുവ ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് കടുവ എങ്ങനെ എത്തുന്നത്? അത് തുറന്നു വിടുകയാണ് കൊണ്ടുപോയിട്ട്. പി വി അൻവർ പറയുന്നത് ശരി. അതിന് മുമ്പ് ഞാൻ ആരോപണം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഇടുക്കിക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഏരിയയിൽ കൂടെ പോകണം. അപ്പോൾ ആ ഏരിയയിൽ അവിടെ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇവിടെ പുലി എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ പുലീനെ ഇവിടെ വന്ന് തുറന്നു വിടുക. കാരണം തൊട്ടടുത്തുള്ള പ്രദേശത്ത് നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോകണം. അവിടെയുള്ള ആളുകൾ സംഭവിക്കുമോ സാറേ? 100%. അൻവർ പറഞ്ഞത് 100% ശരിയാണ്. ആനകളെയും പുലികളെയൊക്കെ ഇറക്കി വിടുകയാണ് വനംവകുപ്പ്. അവർക്കറിയാലോ തന്ത്രം. ഇതൊരു ഗൂഢാലോചനയാണ്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, ഇത് ശരിക്കും അതിശയം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ തേയില നൽകിക്കൊണ്ടിരുന്ന ഒരു പാവം സ്ത്രീയാണ് വന്ന് പിന്നെ ഈ കടുവ ആക്രമിച്ചത്. അപ്പൊ എന്തായി? ജനങ്ങളെ കംപ്ലീറ്റ് ശ്രദ്ധ എങ്ങോട്ടായി? ഈ കടുവേന്റെയും അതേപോലെ ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് പോയി. ഇപ്പുറത്ത് അഴിമതി നടത്തിയതിനൊക്കെ മറച്ചോ? ഇപ്പം ഏറ്റവും വലിയ അഴിമതി ഏതാ പുറത്തു വന്നത്? PP കിറ്റ് വാങ്ങിയതിൽ അഴിമതി നേരിട്ട് വന്നില്ലേ? ആ 500 രൂപയ്ക്കുള്ള കിറ്റ് 15,000 രൂപയ്ക്ക് മേടിച്ച് അത് മറ്റൊരു ട്രാപ്പ് അല്ലേ സാർ? അവരെ കൂടെ പാർട്ടി തന്നെയുള്ള ശൈലജയ്ക്കെതിരെ ശൈലജ ചിലപ്പോൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് വന്നാലോ? അല്ല, ശൈലജ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഓർഡർ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അദ്ദേഹം തന്നെ ചെയ്തു. കൃത്യമായി പിണറായി വിജയൻ ആണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ ഈ സന്ദർഭത്തിൽ കടുവ ചത്തു. ഇന്നലെ പുലർച്ചയ്ക്ക് 2:30 മണിക്ക് അത് വലിയ ബൊറുവേറ്റിട്ട് മരിച്ചു എന്നുള്ളത് നമ്മൾ ഇപ്പം എനിക്ക് സംശയം പിന്നെ നമ്മുടെ വനംവകുപ്പ് മന്ത്രീൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് വനംവകുപ്പിന് പാട്ട് കേട്ടിട്ട് അപ്പോൾ അതെങ്ങനെയോ ഈ കടുവ കേട്ടുപോയിണ്ടാവും. ആ കടുവ കേട്ടപ്പോൾ അതിൽ വിഷമത്തിൽ ചത്തുപോയി എന്നാണ് ഞാൻ സംശയിക്കുന്നത്. സാർ, വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ഇതേപോലെ ഇത്ര പിടിപ്പ് കേട്ട വേറെ ഒരു സ്ഥലത്ത് ഇത്ര പിടിപ്പ് കേട്ടൊരു മന്ത്രിയെ ചുമക്കില്ല. ഇങ്ങനൊരു മന്ത്രിയെ ചുമക്കില്ല. എന്തിനെങ്ങനെ ഈ മന്ത്രിയെ ചുമക്കണം? ഈ മന്ത്രിയെ ചുമക്കുന്ന ആൾ അത്രയും വൃത്തികെട്ടവനായതുകൊണ്ടല്ലേ ചുമക്കുന്നത്? ഈ മന്ത്രിക്ക് ആ മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ എല്ലാ വിവരങ്ങളും അറിയാം, അതുകൊണ്ടാണ് ചുമക്കുന്നത്. എന്നിട്ട് പറയണതെല്ലാം ഈ മന്ത്രി ആരുടെ റിലേഷനാ? പിണറായിന്റെ റിലേഷനാണ് അദ്ദേഹം. ബന്ധുവാണ്. ആ ബന്ധു ആയ മന്ത്രി ചുമക്കുന്നത്. ഇയാൾ എന്ത് വൃത്തികേട് കാണിച്ചാലും വേണ്ടിയില്ല, വൃത്തികേട് കാണിച്ചില്ലെങ്കിലും ചുമക്കുന്നതിന് കാരണമാണ്. പിന്നെ മോഷ്ടിക്കുന്നതിനൊരു പ്രശ്നമില്ലല്ലോ. അല്ല സാർ, അപ്പോൾ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴേ സാറിന് തോന്നുന്നത്, സാർ പറഞ്ഞത് ഇപ്പം അൻവർ പറഞ്ഞതുപോലെ കടുവയൊക്കെ കൊണ്ട് അവിടുന്ന് ഈ വനപാലകർ തന്നെ അടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വിട്ട് അങ്ങനെ തന്നെ ഉണ്ടായതാണ് ഒരു ഫാബ്രിക്. അതായത് ഞാനിത് പഠിക്കാൻ കാരണം ഇടുക്കിയിൽ പോയപ്പം പുലി ഇറങ്ങാത്ത പ്രദേശത്ത് വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ പുലി പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞ ഈ പ്രദേശത്തെ പുലി ഇല്ല. ഇടുക്കി ഡാം നിൽക്കുന്ന ആ പ്രദേശത്താണ് ഞാൻ പോയത്. ഞാൻ ഇടുക്കി വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അവിടെ. അപ്പോൾ പോയപ്പോൾ അവിടെ ഒരു വലിയൊരു തട്ടിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിലാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പുലി ഇറങ്ങുന്നതിന് കാരണം പുലിയെ കൂട്ടിലാക്കി ഇവിടെ കൊണ്ടിടുകയാണ്. അപ്പം എന്തായി, ഈ പിന്നെ ബഫർ സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ബഫർ സോൺ നാട്ടുകാർ പോകണില്ല. എളുപ്പം മൃഗങ്ങളെ തുറന്നിട്ട് കഴിഞ്ഞാൽ 4 പുലി വന്നു കഴിഞ്ഞാൽ ഒരാളെ കടിച്ചു വന്നാൽ പിന്നെ ആ പ്രദേശത്തെ ആൾക്കാർ ജീവിക്കുമോ? ഉള്ള ജീവനം കൊണ്ട് സ്ഥലമുണ്ട്. എത്ര വീടുകളാണ് ഇതേപോലെ മലയോര പ്രദേശങ്ങളിൽ കാടുകളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നത്.
ഇവിടുന്ന് ആളുകൾ ജീവനും കൊണ്ട് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് ഈ കാടിൻ്റെ അടുത്ത് ഒന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. 1000-ഓളം പേർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ് കേരളത്തിൽ ഈ മൃഗങ്ങളുടെ വേട്ട. മൃഗങ്ങളൊന്ന് ഇറങ്ങി ഒരാളെ മനുഷ്യൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ മൃഗങ്ങളെ ഒന്നിച്ച് കൂട്ടത്തോടെ ഇറങ്ങും. അതാണ് കേരളത്തിൽ നടക്കുന്നത്. കടുവയായാലും പുലിയായാലും ആനയായാലും എല്ലാം തന്നെ ഇപ്പം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരു രഹസ്യം, ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. കാട്ടിലെ മൃഗങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ നാട്ടിൽ ക്രമസമാധാന നില തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. മനസ്സിലായി പറഞ്ഞാൽ അവിടെയുള്ള അങ്ങനൊരു തന്ത്രം കൂടെയൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെയാണ് സാർ പറയുന്നത്. ഇത് നേരത്തെ അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലിയർ ആണത്. അതായത് പുലി ഇല്ലാത്ത സ്ഥലത്ത് പുലി വരുന്നു, കാട്ടുപന്നി ഇല്ലാത്ത സ്ഥലത്ത് കാട്ടുപന്നി, ആന ഇറങ്ങാത്ത സ്ഥലത്ത് ആന ഇറങ്ങുന്നു, കടുവ ഇറങ്ങാത്ത സ്ഥലത്ത് കടുവ ഇറങ്ങുന്നു. ഇതിനൊക്കെ ഈ വനംവകുപ്പ് വിചാരിച്ചാലേ നടക്കുള്ളൂ. എന്തായാലും സാർ സാറ് പറഞ്ഞ പോലെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ രാജ്യത്ത് അല്ലേ, പിന്നെ റോമ ചക്രവർത്തിയുടെ ആ വീണവായനയാണ് വീണ്ടും ഓർമ്മിച്ചത്. ഇത്രയും ഒരു കഴുപ്പണം കെട്ട എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയാം. ഇന്നലെ ജനങ്ങളുടെ ആ പ്രക്ഷോഭങ്ങളൊന്ന് നമ്മൾ കാണേണ്ടതാണ്, അതും കൂടി കാണാം. കണ്ടല്ലോ, അവിടെ ജനങ്ങൾ ആകെ മന്ത്രിയെ തടഞ്ഞ് നല്ല ആൾക്ക് ജീവനും കൊണ്ടിട്ട് രക്ഷപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കൂകി വിളിച്ചിട്ടാണ്. അല്ലെ, ശരിക്കും മുഖ്യമന്ത്രി അവിടെ വരണമായിരുന്നു, എനിക്ക് ഇതിനപ്പുറം കിട്ടിയേനെ. അല്ല, മുഖ്യമന്ത്രി മുമ്പ് ഓഖി ദുരന്തത്തിൽ അവിടെ തിരിഞ്ഞു നോക്കാതെ അവസാനം മന്ത്രി നിർമ്മല സീതാറാം വന്നപ്പോൾ ജീവനും കൊണ്ട് ഓടിയ കഥ അറിയാലോ. അതേപോലെ ജീവനും കൊണ്ട് ഓടേണ്ടി വരും എന്നുള്ളത് കൃത്യമായി അറിയുന്നതുകൊണ്ട് ആ പ്രദേശത്തെ വരാത്തത്. 40 വണ്ടി പോലീസിന്റെ അകമ്പടിയോട് അവിടെ വന്നാലും ചിലപ്പോൾ മൃഗങ്ങൾ തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കും. കാരണം മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടല്ലേ ഈ കള്ളത്തരം തട്ടിപ്പൊക്കെ നടത്തുന്നത്. ഏതായാലും സാർ, നമ്മൾ നാളിതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ പല ഓപ്പറേഷൻസാണ് നമ്മൾ ഇതിലൂടെ ഇപ്പോൾ കാണുന്നത്. പറയുമ്പോൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു, ഇങ്ങനെ മൃഗങ്ങളെ ഇറക്കി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ പറയുമ്പോൾ. ഏതായാലും കേരളത്തിൽ ജനങ്ങൾ വളരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരണവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇത് എല്ലാ കാലത്തും ഈ പറ്റിക്കൽ നടക്കുമെന്ന് വിശ്വസിക്കേണ്ട പിണറായി വിജയൻ എന്നാണ് പറയാനുള്ളത്. വനംവകുപ്പ് മന്ത്രി എന്നൊക്കെ ഒരു ഡെമ്മിയാണ്, അല്ലാതെ എന്തിനിങ്ങനെ ഒരു മന്ത്രി എന്ന് തന്നെ ജനം ചോദിക്കാൻ തുടങ്ങിയിട്ട്. അത് നേരത്തെ അറിയുന്ന മന്ത്രിയല്ലേ, പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടിയോട് ആഭാസമായി സംസാരിക്കുന്ന, വൾഗറായി സംസാരിക്കുന്ന ഒരുത്തൻ ആ കസേല ഇരുത്തുമാരെങ്കിലും. അവരെ പാർട്ടി പോലും വേണ്ടെന്ന് പറഞ്ഞ് എടുത്തു കളയാൻ, അത് വേറെ വശം. പക്ഷെ ഒരു മന്ത്രിയെ ഇരുത്തുക, അതായത് ആഭാസന്മാരായ ആളുകളെ കൂടെ ഇരുത്താന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു പ്രത്യേക രീതിയാണ്. പി ശശി പെണ്ണുപിടിയൻ, അപ്പുറത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ, എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്തെങ്കിലും എതിരാളികൾ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പിണറായി, സ്വന്തം പക്ഷത്തുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയാലും അവർക്ക് പ്രശ്നമേ അല്ല. പിണറായി എന്ന് പറഞ്ഞാൽ ഇതാണ് പിണറായിസ് എന്ന് പറയുന്നത്. ആളെ കൊല്ലുക ഏത് വിധേനെങ്കിലും, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ഇപ്പോൾ അവസാനം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടുവയെ കൊല്ലാൻ പ്രഖ്യാപിച്ചു, ഏതൊരാളെ കൊന്ന് ഇത്രയും ദിവസം ജനങ്ങളെ ആക്കിയിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുക രാത്രി, സർക്കാർ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ ഇത്രയും കാലമായിട്ട് അനങ്ങാത്തത്? ഏതായാലും നോക്കാം. ഓക്കെ.